കാണിക്കുന്നേ? ഏയ് ഒന്നുമില്ല. അതെ, ഇനി ഞങ്ങൾ പൊയ്ക്കോട്ടെ. ഏതായാലും ഞങ്ങളെ വഴി കാണിച്ച് ഇവിടെ കൊണ്ടെത്തിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. താങ്ക്സ്. ഇതിന് നന്ദിയൊന്നും പറയണ്ട. തൃക്കണ്ണൂർ ഭദ്രകാളിയുടെ തിരുമുറ്റത്ത് നിങ്ങൾക്ക് എത്താൻ യോഗം ഉണ്ടെങ്കിൽ ഞാൻ വഴി കാണിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഇവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. വിളിച്ച വെളിപ്പുറത്തെത്തുന്ന ദേവിയാ. അകത്ത് കയറി മനമുരുകി പ്രാർത്ഥിച്ചോളൂ. ആഗ്രഹിച്ചത് എന്തും സാധിച്ചു തരും. ഞങ്ങളിന്ന് അങ്ങോട്ട് ചെല്ലട്ടെ? വാ ചാരു. അഞ്ജന, നല്ല സൂപ്പർ ലൊക്കേഷൻ. നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുത്താലോ? അതിനെന്താ അമ്മേ, വാ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം. ആദ്യം അമ്പലത്തിൽ കയറി തൊഴാൻ മോളെ, അത് കഴിഞ്ഞിട്ട് മതി ഫോട്ടോ എടുപ്പൊക്കെ. ഇങ്ങോട്ട് വാ അമ്മായി. ലൈറ്റ് പോകുന്നതിന് മുമ്പ് ഫോട്ടോസ് എടുക്കണ്ടേ? വാ വാന്നേ, ഇങ്ങോട്ട് വാ അമ്മായി. നീ ഇങ്ങോട്ട് നിക്കടി. ഒരു മിനിറ്റ്. ആ, സ്മൈൽ. നോക്കട്ടെ. ഒന്നൂടെ. അമ്മായി ഒരു മിനിറ്റ് പ്ലീസ്. അമ്മായി പ്ലീസ്. വാ. ഇങ്ങോട്ട് നോക്ക്. ഒരു മിനിറ്റ്. ഓക്കെ. ആ മാല നേരെ ഇട്. എന്ത് പണിയാ നിങ്ങളീ കാണിച്ചത്? ദേവിക്ക് ചാർത്താൻ കൊണ്ടുവന്ന മാല സ്വയം എടുത്തങ്ങ് കഴുതിലിട്ടോ? ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾ എന്തോന്നായി കാണിച്ചത്? ഇത് നിങ്ങളുടെ മലയാളം ഞാൻ അറിഞ്ഞു. ഒരേലേ അവിടെ ഇരിക്കുന്നുണ്ടു, ഞാനതെടുത്തു, അത്രേ ഉള്ളൂ. നിങ്ങളുടെ ആണെങ്കിലേ ദാ പിടിച്ചോ. പൂമാല അവിടെ വെച്ചിട്ട് അമ്പലക്കുളത്തിൽ കാല് കഴുകാൻ പോയ നേരത്തിന് അതെടുത്ത് അശുദ്ധമാക്കിയതും പോരാഞ്ഞ് അതെടുത്തോന്നും കൂടി പറയുന്നോ? തനിക്ക് വിവേകമുണ്ടോ? കഴുത്തിലിട്ട മാലയാണോ ഇനി ദേവിക്ക് ചാർത്തുന്നത്? ദേവിക്ക് ചാർത്താൻ കൊണ്ടുവന്ന മാലയാണെങ്കിലേ അത് വഴി കളഞ്ഞിട്ടല്ല പോണ്ടത്, അതറിയൂ. കരണേ, നീ ഉണ്ടായി. നീ ചെയ്തതാണ് തെറ്റ്. സോറി, ഇവനെന്തോ വിവരക്കേട് കാണിച്ചതാ. ക്ഷമിക്കേ. ദാ ഈ പൈസക്ക് ഇതിലും വലിയൊരു ഹാരം മേടിച്ച് ദേവിക്ക് ചാർത്ത്. ഓരോന്ന് ഇറങ്ങിക്കോളും കുറ്റിയും പറിച്ച് മനുഷ്യനെ മെനക്കെടുത്താൻ. എടാ കിരണേ, നീ എന്താടാ ഇങ്ങനെ? അമ്മാവ, അത് പെട്ടെന്നൊരു മാല കണ്ടപ്പോ ഒരു ഐഡിയ തോന്നി. ഈ അമ്പലമെടുത്ത് ആകാശത്തേക്ക് എറിയുന്ന മാല ഞങ്ങളുടെ കഴുത്തി കൃത്യമായി വീണ ഒരു തടസ്സവും ഇല്ലാതെ ഞങ്ങളുടെ കല്യാണം നടക്കുമെന്ന് മനസ്സിൽ വിചാരിച്ചു. അതിനുവേണ്ടി ചെയ്തതാ. നിങ്ങളുടെ കല്യാണം നടക്കുമെന്നറിയാൻ ദേവിക്ക് കൊണ്ടുവന്ന മാലയെടുത്ത് എറിയേണ്ട കാര്യമൊന്നുമില്ല. ഇവള് ജനിച്ചപ്പോ തന്നെ ഇവള് നിനക്കുള്ളതാണെന്ന് ഞങ്ങള് പറഞ്ഞു വെച്ചിട്ടുള്ളതാ. അതിനി ആരാലും മാറ്റി എഴുതാനാവില്ല. ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടന്ന ഈ നാട്ടിൽ വെച്ച്, ഈ അമ്പലമുറ്റത്ത് വെച്ച് ഈ നാട്ടുകാർ മുഴുവൻ കണ്ടു നിൽക്കെ നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തും. ഞാൻ വിചാരിക്കുന്നതൊക്കെ ഞാൻ നടത്തിയെടുക്കും. ഇവിടെ വെച്ച് തന്നെ നിങ്ങളുടെ വിവാഹവും നടക്കും. ഫോട്ടോ എടുപ്പും കളിയും ചിരിയൊക്കെ മതി.